വിനോദ് ബങ്കരയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഞാനിവിടെ പങ്കുവെക്കുകയും ഉണ്ടായിട്ടുണ്ട്. അത് വിനോദ് ബങ്കരയോട് ഒന്ന് ഓർമ്മിപ്പിച്ച് നോക്കുക. ONV സാർ തത്സമയം അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ ഒരു ചാനലിന് വേണ്ടി ഇരുന്നപ്പോൾ ഞാനായിരുന്നു അവതാരകൻ. അദ്ദേഹം ആ നിമിഷങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന്. ഡോക്ടർ ലാൽ, ഞാനിപ്പോൾ ONV കുറുപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ വസതിയായ ഇന്ദീവരത്തിന് മുന്നിലാണുള്ളത്. ഈ ചെറിയ വീതിയിലേക്ക് തിരുവനന്തപുരം നഗരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിപരമാവില്ല. കാരണം പാട്ടിലൂടെ ഗാനരചയിതാവിലൂടെ ONV എന്ന മഹാപ്രതിഭയെ അടുത്തറിഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ പരിച്ഛേദമെന്നോണം സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ ഇതിനോടകം തന്നെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. ഇനിയും നിരവധി പേർ ഈ ചെറിയ വീതിയിലേക്ക് എത്തും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദത്തെ കൊള്ളാൻ കഴിയാത്ത അത്രയും വലിയൊരു ജനസഞ്ചയം, ഒരു വലിയ പുരുഷാരമാണ് ഇനിയും ഇവിടേക്ക് കടന്നു വരാനുള്ളത്. ഇപ്പോൾ ഇതിനോടകം ഇവിടെ മൃതദേഹത്തിൽ സ്പീക്കർ N ശക്തൻ, കവി സുഗതകുമാരി, പ്രഭാവർമ്മ, ലെനിൻ രാജേന്ദ്രൻ, പേരറിയാത്തതും അറിയുന്നതുമായ നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് സംവിധായകൻ വിനോദ് മങ്കരയാണ്. ഇദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ കാമ്പോജി എന്ന ചലച്ചിത്രത്തിന് വേണ്ടിയാണ് ONV സാർ ഏറ്റവും അവസാനമായി ഗാനരചന നിർവഹിച്ചത്. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി 3 ഗാനങ്ങൾ ONV രചിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സുദീർഘമായ ഗാനരചനാ ജീവിതത്തിൽ ഒരുപക്ഷെ ഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നോ ഇപ്പോൾ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കണമോ എന്നെനിക്കറിയില്ല. കാരണം ONV എത്രയോ അനശ്വരമായ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ വിനോദ് മങ്കര എന്ന സംവിധായകന് ഒരു നിയോഗം പോലെ തൻ്റെ ONVയുടെ വിറയാർന്ന കൈകൾ കൊണ്ട്, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൈ ഫ്രാക്ചറായിരുന്നു ആ ഘട്ടത്തിൽ 5 ദിവസങ്ങൾക്ക് മുമ്പ്. ആ ഒടിഞ്ഞ കൈവച്ച് അദ്ദേഹത്തിൻ്റെ കൈവച്ച് വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ അവസാനത്തെ ഗാനം രചിച്ചത്. അത് വിനോദ് മങ്കരയെ ഏൽപ്പിച്ചത്. ഒരുപക്ഷെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയെ എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്തുക എന്ന് വിനോദ് മങ്കരയോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്തു തോന്നുന്നു ഈ ഘട്ടത്തിൽ? ഒരു മഹാപ്രതിഭയുടെ അദ്ദേഹത്തിൻ്റെ ഗാനം അവസാനമായി അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് എഴുതിയ, ഒടിഞ്ഞ കൈകൾ കൊണ്ട് എഴുതിയ ആ ഗാനം ഏറ്റുവാങ്ങിയ ഒരു അവസ്ഥയെ എങ്ങനെ അനുസ്മരിക്കാനാവും നമുക്ക്? ഇന്ന് രാവിലെയാണ് ഞാൻ ശരിക്കും ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതും ONV സാറും ജയചന്ദ്രനും ചേർന്ന് മറ്റൊരു മെലഡിയുടെ വസന്തം മലയാളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് എഴുതിയതും ഇന്ന് രാവിലെ ആയിരുന്നു. ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ ചെന്ന് കാണുന്നതും. കാമ്പോജി എന്ന ഈ ചിത്രം, സംഗീതപ്രധാനമായിട്ടുള്ള ഈ ചിത്രത്തിന് 3 ഗാനങ്ങൾ നിർവഹിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഇനി എനിക്ക് സാധിക്കുമോ എന്നറിയില്ല, എൻ്റെ വലത് കൈയിന് വേദനയാണ്, ഇൻറ്റേർണൽ ഫ്രാക്ചറുണ്ട്, ഇത് എഴുതാൻ സാധിക്കുമോ എന്നറിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ളൊരു പടത്തിന് എഴുതാനുള്ള അവസാന വാക്ക് സാറ് തന്നെയാണ്, എനിക്കത് ചെയ്തു തന്നേ പറ്റൂ എന്ന് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമയം ബന്ധിതമായി എന്നോട് പറയരുത്, കാരണം വേദനിക്കുന്ന കൈയാണ്, ചികിത്സയാണ്, അതുകൊണ്ട് ഇത്ര ദിവസം കൊണ്ട് തരണമെന്ന് പറയരുത്. അത് ഞങ്ങൾ സമ്മതിക്കുകയും ഞാനും M ജയേന്ദ്രനും തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ വളരെ അത്ഭുതകരമാവണ്ണം ഇതിൻ്റെ സിറ്റുവേഷൻ എഴുതി കൊടുത്ത് 5-ാമത്തെ ദിവസം സാറുടെ പത്നിയെ രാവിലെ വിളിക്കുകയും, സാറ് എഴുതി കഴിഞ്ഞു, 3 ഗാനങ്ങളും എഴുതി, നേരിട്ട് വന്ന് വാങ്ങിക്കണമെന്നാണ് സാറുടെ ആഗ്രഹം, അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് ഞാൻ പോത്തൻകോട ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ആ 3 ഗാനങ്ങളും എനിക്ക് എൻ്റെ കയ്യിൽ വെച്ച് തന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഗാനം ഇങ്ങനെ തന്നാൽ പോരാ, എന്നോട് ചേർന്നിരിക്കൂ, എനിക്കതൊന്ന് പാടിത്തരണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ 3 ഗാനങ്ങളും എനിക്ക് ചൊല്ലിത്തരികയുണ്ടായി. എന്നിട്ട് അതിൻ്റെ ഡിക്ഷൻ, എവിടെയൊക്കെ ഇവിടെ വരികൾ മുറിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി സംസാരിച്ചതിന് ശേഷം എനിക്ക് നിങ്ങളോടൊരു വലിയൊരു നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറെന്താ നന്ദി എന്നോട് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് ഒരു കവിതാ സമാഹാരം എഴുതണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഈ ഹോസ്പിറ്റൽ ജീവിതം ഞാൻ അതിനായി മാറ്റിവെക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കൈവേദന കൊണ്ട് അത്
പറ്റില്ലെന്ന് തിരിച്ചറിയുകയും ആ സമയത്താണ് നിങ്ങൾ വരുന്നതും ഈ സിനിമയ്ക്ക് ഗാനം എഴുതണമെന്ന് പറയുകയും ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അതിന് പകരം ഈ 3 ഗാനങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എഴുതാൻ പറ്റിയല്ലോ, അതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞത് അറമ്പറ്റിപ്പോയോ എന്നുള്ള ഒരു വേദനയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, സാർക്ക് 84 വയസ്സായെങ്കിലും 17 വയസ്സിൻ്റെ തിളക്കം ഈ കവിതയിൽ മുഴുവൻ നിൽക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഭാഗ്യം, ഈ സിനിമയുടെ ഭാഗ്യം അതായിരിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം പതുക്കെ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും ഇത് സംഗീതം ചെയ്ത ശേഷം എനിക്കൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഞാൻ എവിടെയായാലും ഞാൻ വന്ന് കേട്ടുകൊള്ളാം. കാരണം ഇതിനു മുമ്പ് കരയിലേക്കൊരു കടൽ ദൂരം എന്ന ഞാൻ ചിത്രം ചെയ്തപ്പോൾ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായ അരികിൽ നിൽക്കുക എന്ന മനോഹര ഗാനം എഴുതി തന്നുകൊണ്ടും അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, എനിക്കത് കേൾക്കണം. അന്ന് തിരുവനന്തപുരത്തെ റെസ്റ്റ് ഹൗസിൽ അദ്ദേഹം വരികയും ഞങ്ങളോടൊപ്പം ഇരുന്നത് കമ്പോസിങ് സമയത്തൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കൂടിച്ചേരൽ ഇനി സാധിക്കില്ലല്ലോ എന്നോർത്തപ്പോൾ വളരെ ഒരു വിഷമമുണ്ട്. ഇനി ഈ കവിത അദ്ദേഹത്തിനെ കേൾപ്പിക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് എനിക്കുള്ളത്. ഡോക്ടർ ലാൽ, ഇത് തന്നെയാണ് ഒരുപക്ഷെ കവിതയിൽ ജനിച്ച് കവിതയിൽ വളർന്ന് കവിതയിൽ മരിച്ചുപോയൊരു കവികുല മുഖ്യനെ പറ്റി ഇതിലപ്പുറം മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു അർച്ചന ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. കാരണം പുനർജന്മം എന്നൊരു പ്രക്രിയയിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവില്ല. എന്നാൽ ഇനി ഒരിക്കൽ കൂടി ജനിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കവിയായി മാറാതിരിക്കാനുമാവില്ല. ആ അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. വിനോദ് മങ്കര എന്ന ഈ സംവിധായകന് തൻ്റെ അവസാനത്തെ കവിത ഒരുപക്ഷെ കൈകൊണ്ടെഴുതിയ വേദനിക്കുന്ന തൂലിക കൊണ്ടെഴുതിയ ആ കവിത ചോദ്യം ചോദിക്കുകയാണ് ശ്രീ ജീവൻ, ഒന്ന് ശ്രദ്ധിക്കുക. വിനോദ് മങ്കര ഒരുപക്ഷെ ONV കുറുപ്പിനെ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വിനോദ് മങ്കര എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തെ സിനിമകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ പലപ്പോഴും ONVയെ പഠിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് വിനോദ് മങ്കര. അതുകൊണ്ട് തന്നെ സ്വന്തം സിനിമകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ONVയെ ഒന്ന് ഓർക്കുമ്പോൾ, കവിതയിലൂടെയും ഗാനങ്ങളിലൂടെയും ONVയെ ഒന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് വിനോദ് മങ്കര പറയുക? ONV സാറുടെ കവിതകൾ വായിച്ചും കേട്ടും കൊണ്ടാണ് എൻ്റെ ബാല്യവും കൗമാരമൊക്കെ കടന്നു വന്നത്. പാലക്കാട് ഞങ്ങൾ ONV സാറ് വരുന്നത് കാത്തു നിൽക്കുകയും കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കവിയരങ്ങുകൾ പങ്കെടുക്കാനും സാധിച്ച ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളെയും കവിതകളെയും രണ്ടായി കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം സിനിമാ ഗാനങ്ങൾ അദ്ദേഹം എഴുതി തന്ന സിനിമാ ഗാനങ്ങൾ കവിതകൾ തന്നെയായിരുന്നു. കവിതയ്ക്കും സിനിമാ പാട്ടിനും തമ്മിലുള്ള ഒരു അന്തരം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കത് തോന്നിയിട്ടില്ല. ആ കാലഘട്ടമാണ് ഇപ്പോൾ ഒരുപക്ഷെ അവസാനിച്ചിരിക്കുന്നത്. വിനോദ് മങ്കരയാണ് കാരണം ഇപ്പോൾ ഈ അവസാന കാമ്പോജിക്ക് വേണ്ടി അദ്ദേഹം എഴുതിയപ്പോൾ അദ്ദേഹം ഈ പാട്ട് എഴുതുന്നതിന് വേണ്ടി റഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചുമട് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നും വീട്ടിൽ നിന്നും അദ്ദേഹം പഠിപ്പിച്ച നളചരിതം പുസ്തകവും ദക്ഷയാഗവും വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് റഫർ ചെയ്തിട്ടാണ് ഇത് എഴുതിയത്. അത് മുഴുവൻ ആ ഒരു വലിയ പുസ്തകത്തിൻ്റെ ഒരു ചുമട് ഞാൻ അവിടെ കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പാട്ടിന് വേണ്ടി ഈ കാലത്തും ഈ വയസ്സിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സാധനയുടെ ഒരു പശ്ചാത്തലം നമ്മൾ ശരിക്കും പുതിയ തലമുറ ശരിക്കും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇത്രയും വേദനിച്ച് ഇത്രയും മനസ്സിൽ നിന്ന് 17ൻ്റെ തിളക്കം, കവിതയുടെ തിളക്കം പുറത്തെടുത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ചിത്രം പുറത്തു വരുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവും. തീർച്ചയായും അത് ONV കുറുപ്പിൻ്റെ അവസാന വരികൾ, അദ്ദേഹം എഴുതിയ വാക്കുകൾ വിനോദ് മങ്കരയുടെ കയ്യിലാണ് ഉള്ളത്. അത് ഏത് രൂപത്തിലാണ് ഇനി നമ്മളിലേക്ക് വരുന്നത്, അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾക്ക് ശേഷമുള്ള ഇനി ദിവസങ്ങളിൽ അദ്ദേഹത്തിനെ എങ്ങനെയാണ് ഇനി വിനോദ് മങ്കര അവതരിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ONVയുടെ ഓർമ്മകളിലേക്ക് കൂടുതൽ പോകേണ്ടതുണ്ട്. തിരിച്ചു വരാം നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
ICL News and Views brought to you by ICL. ഗോൾഡ് ലോണിന് വെറും 9% പലിശ നിരക്ക്. Join ICL. Grow with us. Milky Den from Papai, the real taste of Europe. Designed with the touch of God. Chemanur International Jewelers. GITD കേരളത്തിലെ #1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഫാത്തിമ ഗോൾഡ്, കണ്ണൂർ, കമ്പിൽ, മട്ടന്നൂർ. Coming soon at പയ്യന്നൂർ. വെഹിക്കിൾ ലോണും പേഴ്സണൽ ലോണൊക്കെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. UAE എക്സ്ചേഞ്ച്. അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. ഹാൻഡെക്സ് കൈത്തറി വസ്ത്രങ്ങൾ. ഇഴപിരിയാത്ത ആത്മബന്ധം. ഹാൻഡെക്സ്. ICL News and Views. നീ ഇത് എവിടേക്കാ ധൃതിയില്? ഞാൻ കുറച്ച് ഗോൾഡ്. എന്തോന്ന്? അവൻ സുധയുടെ കുറച്ച് സ്വർണം പണയം വെക്കാൻ പോവാ. സെക്കൻഡ് ഹാൻഡ് കാർ നല്ല ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ടത്രേ. എവിടെയാ പണയം വെക്കുന്നത്? അതിപ്പോ എവിടെയായാലും ഒരുപോലെയല്ലേ ഏട്ടാ. കാണുമ്പോ അങ്ങനെ തോന്നും. എടാ, സ്വർണ്ണം ഒരു ഇമോഷണൽ അസറ്റാ. അത് പണയം വെക്കുമ്പം നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരിടത്ത് തന്നെ വേണം. എന്ന് വെച്ചാ ഏറ്റവും കൂടുതൽ പണം കിട്ടണം, കുറഞ്ഞ പലിശയായിരിക്കണം, പിന്നെ വേഗത്തിലും വേണം. നീ ഇനി അവിടെ എവിടെയൊന്നും കറങ്ങണ്ട, നേരെ നമ്മുടെ ICL-ലോട്ട് ഇല്ല. ഈ ഏട്ടൻ ഗ്യാരണ്ടി. ICL ഗോൾഡ് ലോൺ. പലിശ കുറവ്, പണം കൂടുതൽ, ഏറ്റവും വേഗത്തിൽ. ICL ഗോൾഡ് ലോൺ, സ്വർണം പോലെ വിശ്വസിക്കാം. ICL, the bond of trust. Smack your lips at strawberry in a new way. Lollipop from Popeye ice cream. ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ, എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ. ഓ ഉണ്ടല്ലോ ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില്. അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വെഹിക്കിൾ ലോണും പേഴ്സണൽ ലോണൊക്കെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. UAE എക്സ്ചേഞ്ച്. The sense of security. The sense of strength. The sense of beauty. ഹൃദയത്തിൽ താഴിട്ട് പൂട്ടിയ വിശ്വാസം. Mastiff Locks and Security Systems. 10 years warranty from the House of Brass World. കഴിക്കുമ്പോൾ ആഹാ എന്ത് ടേസ്റ്റ്. കഴിച്ചാലോ ഓഹോ എന്ത് ബ്രൈറ്റ്. Brainy Jam, the Brainy Jam, a product of Bharatwaj Ayurvedics. KSFE ഭാഗ്യശ്രേയസ് ചിറ്റുകൾ. ആകെ 1 കോടിയിലേറെ രൂപയുടെ സമ്മാനം. ഉടൻ അംഗമാകൂ. ഈ പദ്ധതി 2015 ഡിസംബർ 17 മുതൽ 2016 ഫെബ്രുവരി 29 വരെ മാത്രം. ONV കുറിപ്പിനെ ഓർക്കുന്നു. ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ, നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഡോക്ടർ ജോർജ് അണക്കൂറിനോട് ചോദിച്ചതാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ ONV എവിടെ നിന്നും തുടങ്ങി എങ്ങനെ പോകുന്നു എന്നുള്ളത് എങ്ങനെ ഓർക്കാം? അത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളത് ONVയുടെ സർഗജീവിതത്തിൽ നിന്ന് ഒരിക്കലും തുടച്ചു മാറ്റാൻ കഴിയാത്തത്ര തരത്തിൽ ഒരു സുഗന്ധമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ, ഹൃദയത്തെ, ആത്മാവിനെ, ചിന്തകളെ, വികാരത്തെ ഉടനീളം അങ്ങനെ വേട്ടയാടിക്കൊണ്ട് നിന്ന ഒന്നാണ്. അത് അവസാന കാലം വരെ അദ്ദേഹം നിലനിർത്തിയെന്നാണ്. ഏറ്റവും ഒടുവിൽ കലാകൗമുദിയിൽ വന്ന കവിത പോലും ആ തരത്തിലുള്ള മാനസികമായിട്ടൊരു പ്രത്യേകത. ഇത് എനിക്ക് തോന്നിയത് ഈ കാര്യത്തിൽ ഈ സർഗപരമായ ജീവിതത്തിൻ്റെ സൗകര്യ, അതിൻ്റെ അനുസ്യൂതി അവസാനം വരെ നിലനിർത്തുന്ന കാര്യത്തിൽ EMS നമ്പൂതിരിപ്പാടും ONV സാറും രണ്ടുപേരും മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ലേഖനം എഴുതിയ ആളാണ് EMS നമ്പൂതിരിപ്പാട്. ONV സാറും ആ കവിതയിൽ ഉണ്ടായിരുന്ന അനുസ്യൂതി 50കളുടെ ആദ്യപാദങ്ങളിൽ എഴുതി തുടങ്ങിയപ്പോൾ മുതൽ ഈ 2016 വരെ നിലനിർത്തി എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. നേരത്തെ TP ശാസ്ത്രമംഗലത്തോട് ചോദിച്ച് ഓണക്കൂർ അതിന് മറുപടി പറഞ്ഞത് ഒരു വളരെ മധ്യവർഗത്തിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് പാട്ടുകൾ എഴുതിയ ഒരാളാണ് ONV സാർ എന്നുള്ളത് നേരാണ്. പക്ഷെ ONVയുടെ അതല്ലാതെയുള്ള ഒരുപാട് പാട്ടുകൾ സാധാരണക്കാരൻ്റെ വെറും ഗ്രാമജീവിതത്തിൻ്റെ ദുരിത സൗഭാഗ്യങ്ങളിൽ മാത്രം പദമൂന്നി നിന്നുകൊണ്ട് എഴുതിയ പാട്ടുകൾ. അത് നാടകങ്ങൾക്കായിരുന്നോ സിനിമയ്ക്കായിരുന്നോ? നാടകങ്ങൾക്കും സിനിമകൾക്കും അങ്ങനെ തന്നെയുണ്ട്. കാരണം അന്നേരത്തെ വികാരത്തിനനുസരിച്ച്
സന്ദർഭത്തിനനുസരിച്ച് മറ്റൊരാളുടെ വികാരത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് എഴുതിയ പാട്ടുകൾക്ക് അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ ചെപ്പു കിലുക്കണ ചങ്ങാതി, നിന്റെ ചെപ്പു കുറുന്നൊന്ന് കാട്ടില്ലേ, ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ്, ഇതുവഴി പോരുമോ നീ തെന്നലെ, വെള്ളാരംകുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവ, എല്ലാവരും പറകണ് ഏനിപ്പിത്തിരി നന്നെന്ന്. ഇതൊക്കെ ഒരു തരത്തിൽ ആ നാടൻ പാട്ടിൻ്റെ ശീലുകളൊക്കെ എടുത്ത് പുനരാവിഷ്കരിച്ചത് നീലക്കുരുവി, വയനാടൻ മഞ്ഞൾ മുറിച്ചതുപോലൊരു മലനാടൻ പെണ്ണ്. ആ ഒരു ശൈലിയും ONV സാറിന് വളരെ സ്വായത്തമായിരുന്നു എന്നുള്ളത് നേരായ കാര്യമാണ്. അത് ഈ സാധാരണക്കാരൻ്റെ ജീവിതം കണ്ടും തൊട്ടും പഠിച്ചും പകർത്തിയും വന്ന ഒരു സംസ്കാരം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് KPAC കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുമൊക്കെയുള്ള നിരന്തര ബന്ധം കാരണം രചനകളിൽ സർഗജീവിതത്തിലും അത് പ്രതിഫലിച്ചു എന്നുള്ളത് നേരാണ്. കോളേജ് അധ്യാപകൻ, കലാലയത്തിലെ അധ്യാപകനായിരുന്നത് കൊണ്ട് വേറെ ഒരു ഹൃദയത്തിൻ്റെ ഒരു തലം കൂടി അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഉജ്ജയിനി പോലെ, സ്വയംവരം പോലെ മഹത്തായ കഥാകാവ്യങ്ങൾ എഴുതാൻ പറ്റിയ ഒരു സർഗപരമായ ഉയർന്ന വിധാനവും അദ്ദേഹത്തിന് സാഹിത്യത്തിൽ ഉണ്ടായത്. ആ സാഹിത്യത്തിലെ ആ ഉയർന്ന വിധാനത്തെ വേണ്ടതുപോലെ കാണാതെ അദ്ദേഹത്തെ പാട്ടെഴുത്തുകാരൻ മാത്രമായി ചിത്രീകരിക്കുന്നതിനെ ONV സാറ് സങ്കടത്തോടു കൂടി പ്രതിഷേധിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അവിടെ ഓർമ്മിക്കേണ്ടതാണ്. അവിടെ ഒരു കാര്യം പറയാനുള്ളത്, ONV സാറിൻ്റെ ആ ഒരു രീതി, അതായത് ഒരു പൂർണ്ണമായ 24 മണിക്കൂറും കവി എന്നുള്ള നിലയ്ക്കുള്ള ഒരു യൂണിഫോം അല്ല അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം ഒരു ടിപ്പിക്കലായി കൃത്യമായി വേഷവിധാനത്തിൽ പോലും ശ്രദ്ധിക്കുന്ന ഒരു അധ്യാപകൻ്റെ രീതി ഉള്ള ഒരു കൃത്യതയുള്ള, അച്ചടക്കമുള്ള, വൃത്തിയുള്ള ഒരു നല്ല എഴുത്തുകാരനായിരുന്നു, ഒരു നല്ല ശീലങ്ങളുള്ള കവിയായിരുന്നു. അതിൽ അദ്ദേഹം പ്രത്യേകത അത് കീപ്പ് ചെയ്യുന്നതിൽ അദ്ദേഹം നിർബന്ധം പിടിക്കുകയും ചെയ്തിരുന്നു. ചങ്ങമ്പുഴ കാലഘട്ടത്തിൽ നിന്നാണ് ഊർജം സംഭരിച്ചുകൊണ്ട് ONV, വയലാർ, പി ഭാസ്കരൻ, തിരുനെല്ലൂർ അടക്കമുള്ളവരൊക്കെ കവിത എഴുതിയ, പുതുശ്ശേരി സാർ ഉൾപ്പെടെ. പക്ഷേ ആദ്യത്തെ ആ ഒരു ഘട്ടത്തിൽ ഒരു കുറച്ച് വർഷങ്ങൾ ONV ആ ചങ്ങമ്പുഴയുടെ ഭ്രമണവലയത്തിനകത്ത് സഞ്ചരിച്ചു എന്നുള്ളത് നേരാണ്. പക്ഷെ വളരെ പെട്ടെന്ന് അവിടുന്ന് കുതറി മാറിയിട്ട് സ്വന്തമായ വലയും കൂടയും സ്വന്തമായ തട്ടകവും കണ്ടെത്തിയെന്നുള്ളതാണ് ONV സാറിൻ്റെ കവിതയുടെ വികാസ പരിണാമങ്ങളുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ രണ്ടാമത്തെ ഘട്ടം. അവിടുന്ന് വീണ്ടും ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഭൂമിക്ക് ഒരു ചരമഗീതം ഒക്കെ എഴുതി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഉയർന്നു വരിക. അവിടുന്നും ഒന്നുകൂടി ഉയർന്നിട്ടാണ് സ്വയംവരം, ഉജ്ജയിനിയൊക്കെ എഴുതിയ കഥാകാവ്യങ്ങളുടെ ആ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് പോയി. അവിടുന്ന് അഞ്ചാമത്തെ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് മരണം താൽക്കാലികമായി നമ്മളിൽ നിന്ന് അദ്ദേഹത്തെ കവർന്നുകൊണ്ടുപോകുന്നത്. അങ്ങനെ 5 ഘട്ടങ്ങൾ ONV സാറിൻ്റെ ഈ കവിതയിൽ കാണാം. പാട്ടെഴുത്തിലും ആ 5 ഘട്ടങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KPACക്ക് വേണ്ടി ആ വെള്ളാരംകുന്നിലെ പൊന്മുള്ളംകാട്, ചില്ലിമുള്ളംകാടുകളിൽ അങ്ങനെയുള്ള പാട്ടൊക്കെ എഴുതി വന്ന ONV അവിടുന്ന് കുറേ കൂടി വന്നിട്ട് മാറിയിട്ട് ഒരു ബൈബിൾ സംസ്കാരത്തിൻ്റേതായിട്ടുള്ള ജീവിത വിധാനത്തിലേക്ക്, അതിൻ്റെ ഒരു ദർശന ഗരിമയിലേക്ക് വരുമ്പോഴാണ് അൾത്താര പോലെയുള്ള നാടകങ്ങളിൽ അത്തിക്കായികൾ വഴുത്തല്ലോ, ദേവദാരുത്തണലിൽ, ലെബനോണിലെ പുൽമേട്ടിൽ ആടുമേച്ച് കളിച്ചു നടന്നു ഒരിടയ പെൺകുടി ഞാൻ, അങ്ങനെയൊക്കെ എഴുതി അങ്ങനെ വേറൊരു കൾച്ചറിലേക്ക് വളർന്നു വരുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോഴും ആ തത്വശാസ്ത്രത്തിൻ്റേതായ പിൻബലം, അതിൻ്റെ അടിമണ്ണ് ഒരിക്കലും അദ്ദേഹം നഷ്ടപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് സൃഷ്ടി എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെടുത്താണ്, കവിത എടുത്താണ് പാട്ടാക്കുന്നത്. അതിനകത്ത് ഒരു തത്വശാസ്ത്രത്തിൻ ചെടി നട്ടു ഞാൻ, എന്നും പിഴുതു നോക്കുന്നു വേരെണ്ണാൻ, 100 സഹോദരരെ കൊന്നു ഞാൻ, 5 പേർ കുരുക്ഷേത്രം ജയിക്കുവാൻ. MB ശ്രീനിവാസൻ നന്നായി സംഗീതം കൊടുത്ത് ചിട്ടപ്പെടുത്തിയ ഒരു പാട്ട്. അതൊക്കെ വരുമ്പോഴും ആത്യന്തികമായി അദ്ദേഹം കവി തന്നെയാണ്. ആ കവിയായിരിക്കുമ്പോഴും ആ തത്വശാസ്ത്രത്തിൻ്റെ ദർശനത്തിൻ്റെ പിൻബലത്തിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. റൈറ്റ്, ഞാൻ തിരിച്ചു വരാൻ TP ശാസ്ത്രമംഗലത്തിനും അവിടെ കൂട്ടിച്ചേർക്കാനുണ്ട് ആ ഘട്ടത്തിൽ. ഇപ്പോൾ ജീവനോടൊപ്പം ഇന്ദീവരത്തിൽ നിന്ന് ലെനിൻ രാജേന്ദ്രൻ ചേരുന്നു. ജീവൻ, ഡോക്ടർ
ഡോക്ടർ ലാൽ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത സംവിധായകൻ ലെനിൻ രാജേന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ 6ഓളം ചിത്രങ്ങൾക്ക് 6-7ഓളം ചിത്രങ്ങൾക്ക് ONV സാറാണ് ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത്. അതിൽ പലതും വളരെ പ്രശസ്തമായ ഗാനങ്ങളാണ്. പ്രത്യേകിച്ച് ചില്ലിലെ പോലെ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന, നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പും, കുലത്തിലെ ഗാനങ്ങൾ, എന്തമ്മേ ചുണ്ടത്ത്, അതുപോലുള്ള ഏറ്റവും അതിമനോഹരമായ കാവ്യ ശകലങ്ങൾ തുളുമ്പുന്ന ഗാനങ്ങളാണ്. എങ്ങനെ ഓർക്കാം, അങ്ങയുടെ ആദ്യ സിനിമ മുതൽ തന്നെ അതിൻ്റെ ഭാഗവാക്കാണ് ONV സാർ എന്ന ത്രയാക്ഷരി. എങ്ങനെ നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കാനാവും ഈ ഘട്ടത്തിൽ? എൻ്റെ അധ്യാപകനായിരുന്നു ONV സാർ. യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം എന്നെ മലയാളം പഠിപ്പിച്ചിരുന്നു. അപ്പോൾ മുതലേ ഉള്ളൊരു ഞങ്ങൾക്ക് തമ്മിൽ ഒരു വിദ്യാർത്ഥി പിന്നെ എൻ്റെ പ്രൊഫസർ എന്നതിനപ്പുറം എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും തമ്മിലുള്ള അടുപ്പം കാരണം ഞങ്ങൾ തമ്മിൽ അപ്പം മുതലേ ബന്ധപ്പെടുന്നവരാണ്. എൻ്റെ രണ്ടാമത്തെ സിനിമയായ ചില്ലിലാണ് ആദ്യമായി ഞാൻ അദ്ദേഹത്തെ കൊണ്ട് പാട്ട് എഴുതിപ്പിക്കുന്നത്. എഴുതുമ്പോൾ വളരെ ആകസ്മികവും എന്നാൽ വളരെ അർത്ഥവത്വമായ ഒരു സംഭവം ഉണ്ടായത് അതിൽ ഒരു വട്ടം കൂടിയുടെ കണ്ടെത്തലാണ്. അദ്ദേഹം ആ കവിത ചവറയിലെ ഒരു ലിറ്റിൽ മാഗസീനിലാണ് പ്രസിദ്ധീകരിച്ചത്. സ്വന്തം നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ കൂടെ ചേർന്ന് നടത്തുന്ന ഒരു മാഗസീൻ. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത കരുനാഗപ്പള്ളിയിലൊരു വീട്ടിലിരുന്ന് ചില്ലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പകൽ ആ വീട്ടിൽ നിറയെ മാഗസീനുകൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാഗസീന് എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ വെറുതെ മറിച്ച് നോക്കുമ്പോൾ അതിലൊരു കുഞ്ഞു മാസിക, 10-18 പേജ് വരാവുന്നൊരു ചെറിയ മാസികയിൽ അതിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ സാറിൻ്റെ ഈ കവിത കണ്ടു. അപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നിയത് ഈ കവിത എൻ്റെ ഈ സിനിമയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ചില്ലിലെ പാട്ടുകൾ, മറ്റ് പാട്ടുകൾ എഴുതുന്നത് ONV സാറ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ കവിതയും കൊണ്ട് നേരെ ഈ ഇന്ത്യവരത്തിൽ വന്നു സാറിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ കഥയുടെ ഈ ഗാനത്തിൻ്റെ സന്ദർഭമൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ കവിത കൊടുത്തു. അപ്പോൾ സാറ് ഭയങ്കരമായിട്ട് അത്ഭുതം കൊണ്ടിട്ട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി? ഞാൻ അതിൻ്റെയൊരു കഥ പറഞ്ഞു. ഞാനിത് കൊള്ളാം, ഞാനിതിനകത്ത് കുറച്ച് ചില്ലറ വരികൾക്ക് മാറ്റം വരുത്തിയിട്ട് തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഒരു വട്ടം കൂടി എന്നുള്ള കവിത എനിക്ക് തിരിച്ച് കൈമാറുന്നത്. അപ്പം അതുമായി ഞാൻ ചെന്നൈയിൽ പോയി NB ശ്രീനിവാസനെ പിന്നെ കൈമാറി. അപ്പോൾ NB ശ്രീനിവാസനോട് ഫോണിൽ ONV ഈ കവിതയെക്കുറിച്ച് പാടി കേൾപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ NBS ഈ കവിത മൊത്തം വായിച്ചിട്ട് എന്നോട് പറഞ്ഞത്, നമുക്കിത് ഇവിടെ ഇരുന്ന് ഒരു ഹോട്ടൽ മുറിയിലിരുന്ന് കമ്പോസ് ചെയ്യണ്ട, നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയും. ഞങ്ങൾ പോയത് മറീന ബീച്ചിൽ ആളൊഴിഞ്ഞ രാത്രി 8-9 മണിയാവും, ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു വിളക്കുകാലിൻ്റെ ചുവട്ടിൽ പോയിരുന്നു. ഈ കവിത ഞാൻ NBSന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അതിൻ്റെ വരികൾ ഹൃദയസ്ഥമാക്കിയതിന് ശേഷം ഒരു 4-5 മിനിറ്റിനകത്ത് അദ്ദേഹം ഇതിൻ്റെ ഈ ട്യൂൺ നൽകിക്കൊണ്ടത് പാടുകയുണ്ടായി. അതായിരുന്നു പിന്നീട് യേശുദാസും ജാനകിയുടെയും ശബ്ദത്തിൽ പുറത്തു വന്നത്. ആ സിനിമയിൽ മറ്റേ ചൈത്രം ചായം ചാലിച്ചു എന്നുള്ള പാട്ടും പൂക്കുവയിൽ പൊന്നുരുകി എന്നുള്ള പാട്ടും ഇതുപോലെ തന്നെ പ്രസിദ്ധമായിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ ചെല്ലുമ്പോഴും അവിടെയുള്ള ആളുകൾ നമ്മളുടെ ഒരു സൗഹൃദ കൂടിക്കാഴ്ചകളിൽ അറിയാതെ അവർ ഈ പാട്ട് പാടും, ഈ ഒരു വട്ടം കൂടി. കാരണം അത്രയേറെ അവരെ ആകർഷിക്കുന്ന ഒരു ഗൃഹാതുരത്വം ഈ പാട്ടിനുണ്ട്. അതായിരുന്നു ആ പാട്ടിൻ്റെ ഒരു മാസ്മരികത. അപ്പോൾ അങ്ങനെ തുടങ്ങി ഞാൻ എല്ലാ കാലത്തും ഞാൻ എൻ്റെ സിനിമയിൽ അദ്ദേഹം പാട്ട് എഴുതുമ്പോഴും അല്ലാത്തപ്പോഴും ഒരു അടുത്ത ബന്ധം ഞങ്ങൾ തമ്മിൽ സൂക്ഷിച്ചിരുന്നു. അതേപോലെ ഈ വചനത്തിലെ നീർമിഴിപ്പീലി വരുമ്പോൾ മോഹൻ സിത്താര ട്യൂൺ ഇട്ടിട്ടാണ് എഴുതുക. അപ്പം ഞാൻ മോഹനോട് പറഞ്ഞു, അത് നടക്കില്ല, നമുക്കൊരു സാറിൻ്റെ ഒന്ന് എഴുതി മേടിച്ചിട്ട് അതിന് നമുക്ക് കമ്പോസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ എഴുതിയ ഇതായിരുന്നു നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്നുള്ള പാട്ട്. അതിന്നും മലയാളത്തിൽ പലരുടെയും റിംഗ് ടോണായിട്ടും പലരുടെയും ചുണ്ടത്ത് അത് വളരെ സജീവമായി നിൽക്കുന്ന പാട്ടാണ്. അപ്പോൾ ഇങ്ങനെ
എൻ്റെ ഈ ചലച്ചിത്ര ജീവിതത്തിൽ ഞാൻ ചെയ്ത നാടകത്തിൽ ഇപ്പോൾ രാജാ രവിവർമ്മ എന്നുള്ള നാടകം ഞാൻ KPSC വേണ്ടി ചെയ്തപ്പോൾ അതിൽ 5 പാട്ടുകളും എഴുതിയത് ഒരുപക്ഷെ KPSC വേണ്ടി നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും കൂടെയാണ്. അങ്ങനെ ഈ അദ്ദേഹവുമായിട്ടുള്ളൊരു ബന്ധം ഒരു കഴിഞ്ഞ മാസം വരെയും ഞാൻ ഏറ്റവും ഒടുവിൽ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 10-30 ദിവസവും ഈ വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ വന്നിട്ട് ആ ഒരു തുടരുകയും ഞങ്ങൾ സാഹിത്യ സംബന്ധമായും അല്ലാതെയുമുള്ള കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുകയും മറ്റ് ഞങ്ങൾ ഒരേ സമയത്താണ് ഇലക്ഷനിൽ നിന്നവർ. അദ്ദേഹം തിരുവനന്തപുരത്തും ഞാൻ ഒറ്റപ്പാലത്തും മത്സരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ പരസ്പരം ഒത്തിരി നേരം സംസാരിച്ച് അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ദൗർബല്യവും ഒക്കെ പറഞ്ഞിട്ടുള്ളവരാണ്. ശ്രീ ലെനിൻ രാജേന്ദ്രൻ, താങ്കൾ അത് സൂചിപ്പിച്ചത് കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരേ കാലഘട്ടത്തിൽ മത്സരിച്ചിരുന്നു. 89-ൽ താങ്കൾ ഒറ്റപ്പാലത്തും ONV കുറുപ്പ് തിരുവനന്തപുരത്തും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നു. അതിൻ്റെ ദൗർബല്യങ്ങളും സൗന്ദര്യവും നിങ്ങൾ തമ്മിൽ പങ്കുവച്ചിരുന്നു എന്ന് പറഞ്ഞത് ONV കുറുപ്പിനെ ഒന്നുകൂടി അടുത്തറിയാൻ സഹായിക്കുന്നതാണ്. ഒന്ന് ഓർക്കാമോ നിങ്ങൾ പറഞ്ഞത്, പറയാൻ പറ്റുന്നത്? അത് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അത്തരം ചിട്ടവട്ടങ്ങൾ ബാധകവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുക സ്വാഭാവികമായിരുന്നു. അത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെ നാട്ടുനടപ്പനുസരിച്ചിട്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതൊക്കെ ആവശ്യമായിരിക്കാം. നമ്മൾ വേറൊരു തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടെ ആവാം. ഞാൻ മറ്റൊന്നിനെ കുറ്റം പറയുകയല്ല. അത്തരത്തിലുള്ള ഒരു ചെറിയ അസ്വാരസ്യങ്ങൾ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തോന്നിയിട്ടുണ്ട്. അതിൽ വളരെ കൗതുകകരമായ തമാശകരമായിട്ടുള്ള ചില കാഴ്ചകൾ നമുക്ക് കാണാനും അനുഭവിക്കാനും ഇടയാകും. അതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് പറയാവുന്നതല്ല. ഇനിയൊരു അവസരത്തിൽ പറയേണ്ടത് തന്നെയാണ്. അത് ഇനിയൊരു അവസരത്തിൽ എനിക്കത് പുറത്ത് പറയാനാവുള്ളൂ. മറ്റൊന്ന്, ഞാൻ തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് നേരെ തിരിച്ചിവിടെ ONV വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്നു, തിരുവനന്തപുരത്താണ്. അപ്പോൾ വോട്ടെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിനെ കണ്ടു. സാറിന് ഭയങ്കര അതിശയമായിരുന്നു. എന്നെ അവിടെ മത്സരിച്ചിട്ട് അവിടെ നിന്നിട്ട് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വോട്ട് ഇവിടെയാണ്, എന്താ ഒരു വോട്ട് കൊണ്ടാണോ ഞാൻ ജയിക്കുക തോക്കുകയോ ചെയ്യുക, അവിടെ നിന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, ഞാനവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് യാതൊരു വിശേഷവുമില്ല. അങ്ങനെ എനിക്ക് അവിടെ ഒരു വോട്ടിനെയും ആ ദിവസം സ്വാധീനിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ എൻ്റെ ഒരു വോട്ട് ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. അത് സാറിന് എന്നോടുള്ള സ്നേഹം വർദ്ധിക്കാൻ അത് വളരെ കാരണമായിരുന്നു. പല അവസരങ്ങളിലും അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ അടുക്കൽ. ശ്രീ ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമകളിൽ ചർച്ച ചെയ്തിരുന്നതും ഒരു പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതിയും ഒക്കെ തന്നെയാണല്ലോ. കലാപരമായിട്ടാണെങ്കിൽ കൂടി ഒരുപക്ഷെ മറ്റ് സാങ്കല്പികമായ സന്ദർഭങ്ങളൊക്കെ ഉള്ള ചിത്രങ്ങളാണെങ്കിൽ കൂടി അതിൻ്റെ പിന്നാമ്പുറത്തുകൂടി സഞ്ചരിക്കുന്ന രാഷ്ട്രീയം ഒക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ചലച്ചിത്ര ഗാനങ്ങൾക്കും ആ പ്രത്യേകത ഉണ്ടാകണമെന്ന് സംവിധായകനായ താങ്കൾക്കും നിഷ്ഠയുണ്ടാകാം. ONVയെ തിരഞ്ഞെടുക്കുന്നത് ആ നിഷ്ഠയ്ക്ക് കൂടുതൽ ശക്തി പകരാൻ വേണ്ടിയാണോ? വളരെ എളുപ്പമാണ് സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. നമുക്ക് പറഞ്ഞു വരുന്നതിനെ മുഴുവനായി പറയണമെന്ന് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിവക്ഷകൾ, അതിൻ്റെ ചൂട്, അതിൻ്റെ ഒരു വളരെ ആകർഷകമായിട്ടുള്ള അല്ലെങ്കിൽ ആവേശകരമായിട്ടുള്ള അതിൻ്റെ മറ്റ് വശങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന് എന്നേക്കാളുമൊക്കെ വളരെ തിട്ടമുള്ളയാളാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇപ്പം മീനമാസത്തിലെ സൂര്യനിൽ ഒരു പാട്ടാണ് അദ്ദേഹം എഴുതുന്നത്, അവസാനം അവരെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഉള്ളത്. സാധാരണ അന്ന് ആ സിനിമയ്ക്ക് ബാക്കി പാട്ടുകൾ എഴുതിയത് വൈഴാച്ചേരി രാമേന്ദ്രനാണ്. അപ്പോൾ സാറാണെങ്കിൽ വളരെ മുമ്പ് 2 എഴുത്തുകാരെ ഒരേ സിനിമയിൽ വെച്ച് പാട്ടെഴുതിക്കുന്നതിൽ എന്തോ ഒരു അനിഷ്ടം പറഞ്ഞതായി ഞാൻ പത്രത്തിൽ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു
എന്തായിരിക്കും സാർ എന്നോട് പ്രതികരിക്കുക എന്നുള്ള ഒരു ആശങ്കയോടുകൂടിയാണ് ഞാൻ കാണാൻ പറ്റില്ലെന്നത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്നെ അങ്ങനെ ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. ഇത് മീനമാസത്തിലെ സൂര്യൻ്റെ സിനിമ, കയ്യൂർ സഖാക്കളെക്കുറിച്ച് പറയുന്ന സിനിമയാണ്. അതിൽ എൻ്റെ ഒരു വരിയെങ്കിലും ഉണ്ടാവണമെന്ന് ലെനിൻ ആഗ്രഹിച്ചുവെങ്കിൽ അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ്, എൻ്റെ ഒരു മനസ്സായിട്ടാണ് ഞാൻ അതിനെ കാണുക. അതുകൊണ്ട് ഞാൻ ആ പാട്ട് എഴുതുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം അവസാനത്തെ ഇവരെ തൂക്കിക്കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്തേക്ക് ഞാൻ ഉപയോഗിച്ച പാട്ട് എഴുതിയതാണ്. പക്ഷെ ആ പാട്ടുകൾ ആ സിനിമയുടെ ആകെ തുകയെ, ആ സിനിമയുടെ ആകെ ഉണ്ടായ മുഴുവൻ വികാരത്തെയും ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അത് അറിയാൻ ഇന്ന് മലയാളത്തിലുള്ള ഏക എഴുത്തുകാരൻ അദ്ദേഹം തന്നെയായിരുന്നു.